എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, നമ്മെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം സ്വർഗത്തിലെ നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹെവൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6, 19-21. Do not lay up for yourselves treasures on earth, where moth and rust destroy, and where thieves break in and steal. But lay up for yourselves treasure in heaven, where neither moth nor rust destroys, and where thieves do not break in and steal. For where your treasure is, there your heart will be also. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. അവിടുത്തെ വചനം പറയുന്നുവല്ലോ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്ന്. പരിശുദ്ധാത്മാവ് ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗത്തിലെ നിക്ഷേപം. ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ ഒന്നും ശാശ്വതമല്ല. നാം എത്രമാത്രം കഠിനമായി അധ്വാനിച്ചാലും അവ നിലനിൽക്കണമെന്നില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കാരണം അവ മരണം വരെ മാത്രമേ കൂടെ ഉണ്ടാകൂ. മരണം വരെ ഉണ്ടാകുമെന്ന് പോലും ഉറപ്പില്ല. കാരണം അവ കള്ളന്മാർ തുറന്ന് മോഷ്ടിച്ചു കൊണ്ടു പോകാം. ഈ ഡിജിറ്റൽ യുഗത്തിൽ കള്ളന്മാർ കൂടുതലാണ്. അത് ആത്മീയ ഗോളത്തിലുമുണ്ട്, ഭൗതിക ഗോളത്തിലുമുണ്ട്. അപ്പോൾ ഭൂമിയിൽ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. അതിനാണ് കർത്താവ് നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ചിലർ കുഞ്ഞുങ്ങളെ ദൈവത്തെക്കാൾ വലിയ നിക്ഷേപമായി കാണാറുണ്ട്. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കുന്നവർ കൂടുതലാണ്. ചിലർക്ക് ധനം ദൈവത്തെക്കാൾ വലിയ നിക്ഷേപമാണ്. ചിലർക്ക് പണമാണ് അവരുടെ ദൈവം. അനേകരെ ചതിച്ചും കബളിപ്പിച്ചും പല വിധത്തിലും നിക്ഷേപം സ്വരൂപിക്കുന്നവർ ധാരാളമുണ്ട്. ഈ ആത്മീയതയുടെ വേഷം കെട്ടി ജനങ്ങളെ ചതിക്കുന്ന കള്ളന്മാരാണ് ഏറ്റവും അപകടകാരികളായ കള്ളന്മാർ.
ചിലർ സ്ഥാനമാനങ്ങളെക്കാളും പ്രശസ്തിയും വലിയ നിക്ഷേപങ്ങളായി കാണുന്നവരുണ്ട്. എന്നാൽ ഇവയൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. ദൈവവിഷയത്തിലാണ് നാം സമ്പന്നരാകേണ്ടത്. അങ്ങനെ ദൈവിക വിഷയത്തിൽ സമ്പന്നരായവർ ധാരാളം ബൈബിളിലുണ്ട്. പുതിയ നിയമത്തിലേക്ക് ഒരു സമ്പന്നനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പൗലോസാണ്. കോടീശ്വരന്റെ മകനായിരുന്നു. പക്ഷേ ആ വിശുദ്ധന്റെ തന്റെ സുവിശേഷ വേലയിൽ സമ്പാദ്യം എന്തായിരുന്നെന്നറിയാമോ? നിക്ഷേപം, ഒരു ചർമ്മലിഖിതവും ഒരു പുതപ്പും. അതായിരുന്നു വിശുദ്ധ പൗലോസിന്റെ സമ്പാദ്യം. കാരണം സകലതും ചപ്പും ചവറുമായി എണ്ണിയവനാണ് വിശുദ്ധ പൗലോസ്, കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി. കാരണം വിശുദ്ധ പൗലോസിന്റെ നിക്ഷേപം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധന് മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ, കോപ്പി മീ ആസ് ഐ കോപ്പീഡ് ജീസസ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുഗാമികൾ ആകുവിൻ. വിശുദ്ധ പൗലോസ് ദൈവിക വിഷയത്തിലാണ് സമ്പന്നനായിരുന്നത്. അതുകൊണ്ട് 3-ാം സ്വർഗം വരെ കടന്നു പോകാൻ വിശുദ്ധ പൗലോസിന് കഴിഞ്ഞു. ഈ ലോകത്തിൽ വിശ്വസ്തന്മാരെ കണ്ടെത്തുവാൻ വളരെ 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 പ്രയാസമാണ്. ദൈവം വിശ്വസ്തന്മാരെ തിരയുന്നു. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പിൻഗാമികളെ തിരഞ്ഞെടുക്കുവാൻ ഒരുപാട് ആളുകളെ വിളിച്ചു. അവർക്ക് ഓരോ വിത്തും ഓരോ ചട്ടിയും നൽകി. അടുത്ത പ്രാവശ്യം അവർ ചട്ടിയുമായി വന്നു. ഒരാളൊഴികെ എല്ലാവരുടെയും വിത്തുകൾ മുളച്ചു, ഇലകൾ വന്നു. അവരെ രാജാവ് പിൻഗാമികളാക്കുമെന്ന് അവർ കരുതി. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങളെ ആരെയും ഞാൻ എൻ്റെ പിൻഗാമികളായി തിരഞ്ഞെടുക്കുന്നില്ല. കാരണം നിങ്ങൾ അവിശ്വസ്തരാണ്. ഞാൻ നിങ്ങൾക്ക് തന്ന വിത്തുകളൊന്നും മുളക്കുന്നതായിരുന്നില്ല. അതിനാൽ നിങ്ങൾ കളവായി മറ്റുള്ളവരിൽ നിന്ന് വിത്ത് വാങ്ങി മുളപ്പിച്ചു കൊണ്ടുവന്നു. എന്നാൽ വിത്ത് മുളക്കാതെ ചട്ടിയുമായി വന്ന ഒരുവനുണ്ടല്ലോ, അവനാണ് വിശ്വസ്തൻ, അവനാണ് എൻ്റെ പിൻഗാമി. സോ ദ കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി റിയലായിട്ടുള്ള ധനാട്ടിനാരാണ്. നല്ലൊരു ശതമാനം ഡ്യൂപ്ലിക്കേറ്റാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്നതായി കാണുന്നു. ഏത് ഉപായത്താലും ചതിവിനാലും ഭൂമിയിൽ മനുഷ്യർ നിക്ഷേപത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൂമിയിലെ നിക്ഷേപങ്ങൾ പുഴുവരിച്ച് നശിച്ചു പോകുന്നതാണെന്ന് ഓർക്കണം. ഭൂമിയിലെ സമ്പാദ്യം ആർ അനുഭവിക്കുമെന്ന് നമുക്കറിയില്ല. ആത്മാവിനെ നൽകിയവൻ അത് തിരിച്ചു ചോദിക്കുമ്പോൾ യാതൊന്നും കയ്യിലെടുക്കുവാൻ സാധ്യമല്ല. പല്ല് സ്വർണം കെട്ടിച്ചാലും സിമിത്തേരി കൊണ്ട് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് ആ സ്വർണം കെട്ടിച്ച പല്ല് മക്കളടിച്ചു മാറ്റിയിട്ടേ വിടുകയുള്ളൂ. അമേരിക്കയിൽ റോസ്മെല്ലോ എന്ന് പറയുന്ന ഒരു ധനാഢ്യ മരിച്ചപ്പോൾ അവരുടെ ലാസ്റ്റ് ആഗ്രഹം, അവസാനത്തെ ആഗ്രഹം, അവർ ഉപയോഗിച്ചിരുന്ന കാറിൽ വേണം അവരെ അടക്കം ചെയ്യാൻ. സോ അവരുടെ ലാസ്റ്റ് വിഷല്ലേ, അവസാനത്തെ ആഗ്രഹം, അത് ആ റോസ്മെല്ലോയുടെ കുടുംബക്കാര് സാധിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു പിക്ചർ എൻ്റെ കയ്യിലുണ്ട്. ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ കാറിൽ അവരുടെ ഡെഡ് ബോഡി വെച്ച് അടക്കുന്ന ചിത്രം. അവരുടെ കാറായിരുന്നു അവരുടെ നിക്ഷേപം, അതിലായിരുന്നു അവരുടെ ഹൃദയം. സ്തോത്രം. അപ്പോൾ പോകുമ്പം ചിലർക്കൊക്കെ കാറുമായിട്ട് പോകാനാണ് ആഗ്രഹം. ധനാട്യം മരിച്ചപ്പോൾ അവൻ്റെ ഒടുക്കത്തെ ആഗ്രഹം എന്തായിരുന്നത്? ഒരു തുള്ളി വെള്ളം. അപ്പോഴതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മരിക്കുമ്പോൾ ഒരു കുപ്പി വെള്ളമായിട്ട് വേണം മരിക്കാൻ. പോകുന്ന സ്ഥലത്ത് വെള്ളം പോലും ഇല്ല. സ്തോത്രം. കാരണം ഇന്ന് എല്ലാവരും എവിടെ പോയാലും ഒരു കുപ്പി വെള്ളമായിട്ടാണല്ലോ പോണേ. അപ്പോൾ അതുകൊണ്ട് ഒരു കരുതൽ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നാം ഇഹലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി സ്വർഗത്തിൽ നിക്ഷേപം ഒരുക്കി വയ്ക്കാം. ദൈവം തരുന്ന ദാനങ്ങളെ നന്ദിയോടെ സ്വീകരിക്കാം. ഈ ലോകത്തിലെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ കർത്താവിൻ്റെ നിന്നയെ വലിയ ധനമായി നമുക്ക് കരുതാം. പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ ഒരു ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. 1 തിമോത്തി 6:18-19. ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു തിരുവചന നിർദ്ദേശമാണ് പരിശുദ്ധാത്മാവ് 1 തിമോത്തി 6:18-19 വാക്യത്തിലൂടെ നമ്മളോട് സംസാരിച്ചത്. ഈ വചനങ്ങളാൽ
കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. കർത്താവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബത്തോടെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ കരുതുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നശിച്ചു പോകുന്ന വസ്തുക്കൾക്ക് വേണ്ടി കടിപിടി കൂടാതെ സ്തോത്രം. എബ്രാപ്പച്ചനെ പോലെ സ്തോത്രം. ലോത്തിന് ഫലപുഷ്ടിയുള്ള ഭൂമി വിട്ടുകൊടുത്തതുപോലെ സ്വർഗത്തിൽ നിക്ഷേപം കരുതുന്ന വിശുദ്ധരായി ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കും. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ, ഞങ്ങളുടെ തൊഴിൽശാലകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ സ്തോത്രം. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല ഭാരവും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഹല്ലേലൂയ. അവിടെ ഞങ്ങൾക്കായി കരുതുന്നതിനായി നന്ദി പറയുന്നപ്പാ സ്തോത്രം. അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്നവനായ കർത്താവേ, അവിടുന്ന് തന്ന നന്മകളിൽ സംതൃപ്തരായി സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ ഇത്തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് അവിടുന്ന് കൊടുത്തിരിക്കുന്ന നന്മയിൽ സന്തോഷമുള്ളവരായി ജീവിക്കാൻ അവരെ സഹായിക്കണം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും കൊടുത്തിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കോളം ചുമക്കുന്ന ദൈവമേ, അവരെ തിരുക്കരങ്ങൾ തരുന്നു. ആശ്വാസത്തിന്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ. സകല ഭയവും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാം എന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാം എന്നേശുവേ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ, എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.